കോഴ്സ് കഴിഞ്ഞ് 1 വർഷത്തിന് എഡ്യൂക്കേഷൻ ലോൺ അടച്ചു കൊടുക്കണം. ഇല്ലേ ബാങ്കുകാര് അറിയാം. ഈ കയറി ഇറങ്ങണല്ലാതെ വല്ലതും നടക്കോ? ആ സാഹിബിന്റെ അവിടെ പോയിട്ട് എന്തായി? അത് ഓക്കെയാണ്. ദൈവത്തിനറിയാം. വല്ല കൈത്തൊഴിലും പഠിപ്പിച്ചേണ്ടി വരുമോ? ഇവിടെ ഇറങ്ങിയാൽ മതി. എന്താ ഇവിടെ ഒരു പ്രസന്റേഷൻ ഉണ്ട്. ഇന്ന് പോലെ ട്രാഫിക്കിലാ നമ്മോട് പറഞ്ഞേക്ക്. ഹലോ. ഹലോ, അഭി നീ എത്തിയോ? ഞാൻ എത്തി. അഭി എനിക്ക് എന്താന്ന് അറിയില്ലടാ, എത്തവിടെ ഭയങ്കര വയറുവേദന. അതിന് ഞാൻ എന്ത് വേണം? എനിക്ക് അഭിനെ ഇപ്പൊ കാണണം. ഒന്ന് പോയി അഭി വെക്കല്ല അഭി, പ്ലീസ് അഭി, ഐ മിസ് യു. ആ പോണേന് മുമ്പ് എനിക്ക് റൂം വരും. എന്താ അഭി പ്ലീസ്, വയ്യാത്തോണ്ടല്ലേ? അവളുടെ വയറുവേദന. സാറേ തെന്നും ഇറ്റ്സ് ഓക്കെ. ഒന്നും പറ്റിയില്ലല്ലോ. Abhilash, we are waiting. Oh, I'm sorry. Actually, I forgot to take my presentation draft. ഹലോ അഭി, കഴിഞ്ഞോ? കഴിഞ്ഞു. കൊറേ ടിപ്പിക്കൽ ആൾക്കാർ പുതിയ ഐഡിയാസ് ഒന്നും ഇഷ്ടമല്ലോ. ഇവരുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയോ? കുറെ കൺവെൻഷണൽ രീതികളുണ്ട്, അതൊന്നും ബ്രേക്ക് ചെയ്യാൻ പാടില്ല. താനെല്ലാം പോയി ബ്രേക്ക് ചെയ്യണത്? ട്രൈ ചെയ്യണോ? ട്രൈ ചെയ്യണം. അതിന്റെ ഇടയിൽ കൂടെ ആദ്യമൊക്കെ ഭയങ്കര ഫണ്ടാണ്. നമ്മളൊന്ന് ട്രാക്കിലേക്ക് കഴിയുമ്പോൾ വെറുപ്പിക്കലോടും കൂടും. നമ്മുടെ റിമോട്ട് വരെ അവരെടുത്തോണ്ട് പോകും. എക്സാക്ട്ലി മച്ചാനെ, ബാത്റൂമിൽ പോലും എനിക്ക് ഫ്രീഡം ഇല്ല. ഇവനൊക്കെ കണ്ടില്ലേ, റിബലാണ്. അവന് കക്കൂസി പോകാൻ വരെ പേടിയാ. ശരിയല്ലേ പെണ്ണുങ്ങളും? വർക്ക് ചെയ്യാണ്. അല്ല, എന്റെ ജോലിയാണ്. ചെയ്യാടാ ആശാന, നാളെ ശരിയാക്കണം കേട്ടോ. നാളെ ചെയ്യാം. ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം എന്താണ്? കോളേജിൽ ഒരു പെണ്ണിന്റെ പുറകെ നടക്കണായിരുന്നു. ഇപ്പോൾ തലേന്ന് ദൂരാൻ പറ്റണല്ലോ, കണ്ടില്ലേ? ആഹാ, ഇത്ര വലിയ പെണ്ണ് നിനക്ക് ദൂരാൻ പറ്റല്ലേ? എടാ, ഈ പെണ്ണിന് ഊരാൻ വേണ്ടി നെറ്റ് ഉണ്ടല്ല, അതിങ്ങനെ അഴിച്ചയച്ച് അത്ര ഉള്ളു പരിപാടി. പക്ഷെ നമ്മളിത് അഴിക്കണമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? നീ ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് പറയാം എനിക്ക് നിന്നെ ഇഷ്ടമില്ലെന്ന്. നീ ഇപ്പൊ തന്നെ ഫോൺ എടുത്ത് വിളിക്ക്. നീ ഈ കട്ടൻ ചായ അടിക്കുന്ന നേരം കൊണ്ട് നമുക്ക് റമ്മടിക്കാം. വിളിക്കവളെ, വിളിയടാ. ബ്രേക്കപ്പ്. ആ, സന്തോഷമായിട്ട് നിനക്ക് ഇരിക്കാൻ പറ്റും. നീ വിളിക്ക്, ഇപ്പൊ തന്നെ എല്ലാം ക്ലോസ് ചെയ്യും. ഹലോ എലി, എനിക്ക് നാളെ നിന്നെ ഒന്ന് കാണണം. ഒരു 3 മണി. ഞാനിപ്പോ കുരിശ് വരച്ചോണ്ടിരിക്കുക, കുറച്ചിട്ട് വിളിച്ചോട്ടെ? കുഴപ്പമില്ല, നീ നാളെ വന്നാൽ മതി. പെണ്ണുങ്ങല്ല അഭി, എന്താ? ആ ഓക്കെ, ശരി. ഇത്തിരി വെള്ളം നിറച്ചോടാ. ആ കണ്ട് കണ്ടാ ആ നമ്മളെ തപ്പി തന്നെ വന്നാണോടാ? ചീറ്റേ, ഇവനിട്ടൊരു പൊണ്ണി കൊടുത്താലാ? പിള്ളേരെ വിളിക്കട്ടാ. അവിടെ നിക്കടാപ്പ. ഐ മിസ്ഡ് യു സോ മച്ച്. ഇപ്പോഴെങ്കിലും ഷർട്ട് ഒന്നും ഇടാൻ തോന്നിയല്ലോ. ആ പിന്നെ എനിക്ക് അമ്മേനെ ഒരുപാട് ഇഷ്ടമായി. ഷീ സോ സ്വീറ്റ്. നിന്നെ പോലെയല്ല. നിന്നോട് ആരെങ്കിലും വീട്ടിലേക്ക് വരാൻ പറഞ്ഞു? നിനക്ക് എന്നെ ഒന്ന് വിളിച്ച് പറയാൻ പാടില്ലായിരുന്നു? അല്ലെങ്കിൽ 24 മണിക്കൂർ വിളിച്ചോണ്ടിരിക്കണാണല്ലോ. എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നറിയോ വീട്ടില്? കുറച്ചും കൂടെ മെച്ചറായിട്ട് പെരുമാറി കൂടെ എനിക്ക്. അഭി അതൊന്ന് പള്ളിയിൽ പോയി വന്നപ്പോ ഞാൻ മടുത്തില്ല. ഞാൻ ഇന്നലെ നിന്നെ ഫോൺ ചെയ്ത് കഴിഞ്ഞ് എല്ലാം നമുക്കറിയാവുന്ന എല്ലാ ഫ്രണ്ട്സിന്റെ അടുത്ത് ഞാൻ സംസാരിച്ചു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി നീ മാത്രം റിയലൈസ് ചെയ്യാത്തുള്ളൂ. എനിക്കിത് പറ്റില്ല. ലെറ്റ്സ് ബ്രേക്കപ്പ്. എന്താ നീ എന്തിനാ ചൂടാവണ? ബി നിനക്ക് ബ്രേക്കപ്പ് അല്ലേ വേണ്ട? ഞാൻ ബ്രേക്കപ്പ് തരാം. നമുക്ക് ഇവിടുന്ന് പോകുന്നവരെ ബ്രേക്കപ്പ് ആയ. ഞാൻ പറഞ്ഞ തമാശയായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ?
ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നത്. ദിസ് ഇസ് ഇറ്റ്. ഇത് എത്ര നാളായിട്ട് എനിക്ക് ആൾക്കാർ നോക്കുന്നു. എടാ മ്യൂസിയത്തിൽ കള്ളം കയറി. എന്റെ പൊന്നെലി അഭിലാഷിന്റെ കാര്യം പറയാനാണെങ്കിൽ ഞാനിനി കോൾ എടുക്കില്ല. അല്ല നീ വല്ലതും ചെയ്യാനും കൊണ്ട് പറ്റില്ല. ഒന്ന് ഉറങ്ങടി എലി. ഗുഡ് നൈറ്റ്. ഓ ഞാൻ വരാം മമ്മി. എന്താടാ സോറി സർ, പോലീസാണെന്ന് അറിഞ്ഞില്ല സർ. അടിയും മുടിയും മൊട്ട അടിച്ചോളാം സാർ. അതവളാടോ ആ പച്ചക്കറി പോയില്ലേ? അത് ചുവന്ന കാറല്ലേ? അത് വിടുപ്പില്ല. താൻ കണ്ടോ? ഞാൻ കണ്ടു, പക്ഷെ അതിന് ഇർഫാൻ സാറത്ത് പൊക്കിയായിരുന്നു. ലേറ്റ് ആയി പോയി. താൻ ടെൻഷൻ അടിക്കണ്ട, അകത്ത് രജിസ്റ്റർ അഡ്രസ് ആണ്, അത് പോയി എഴുതിയെടുക്കാൻ നോക്കാം. രഘു കൊള്ളാൻ കേട്ടാ, റിട്ടയർഡ് കാമുകന്റെ ഒരു ചിരി. ഇത് താനാണോ ഒപ്പിട്ടത്? ആ എന്തൊരു താൻ കൺട്രോൾ റൂം പോയില്ലേ? ഈ സ്റ്റോർ വരെ വന്നാ വക്കി ടോക്കിക്ക് ഒരു കംപ്ലൈന്റ്. ഓ ബാബു അവിടെ അല്ലേ? ഉണ്ട് സാർ. ഇപ്പോ നോ പാർക്കിന് പെറ്റിയടിക്കാൻ വേണ്ടി ഒരു സ്ത്രീ വന്നില്ലേ? വന്നിരുന്നു. അവിടുത്തെ സുന്ദരിയായ സ്ത്രീ രഘുവിന്റെ പരിചയക്കാരിയാണോ? അല്ല, ഞാനാ പെറ്റിയടിച്ച. ആ എന്താ രഘു ഇത്? നമ്മളൊക്കെ ജനമൈത്രി പോലീസുകാരല്ലേ. ഒന്നാമത് ഭർത്താവ് ഗൾഫിലുള്ള സ്ത്രീ നാട്ടിൽ ആരും സഹായത്തിനില്ല, നമ്മളൊക്കെ അല്ലേ സഹായിക്കേണ്ടത്. നമ്പർ ഞാൻ മേടിച്ചിട്ടുണ്ട്, സൗകര്യം പോലെ അടിക്കാലോ. പറ്റി ശരി സാർ. രഘു സല്യൂട്ട് സാർ. മലരേ ജെയിംസ് സാർ പൊക്കോട്ടെ. ഞാൻ ചുമ്മാരടാ പോയിക്കോട്ടെ സാർ. സാർ ആ ഇത്ര പെട്ടെന്ന് കിട്ടിയാ? ഞാൻ പോയിക്കോട്ടെ സാർ. ആ ഖാൻമോൻ അങ്ങനെ അവളെ വിളിച്ചോണ്ടല്ലോ, അവൻ രണ്ടങ്ങാടി ചവിട്ടി പൊട്ടിക്കാ. അതൊക്കെ പൊട്ടിക്കാലോ, നീ കാര്യം പറ. എടാ അവൻ അനുവിന്റെ നമ്പർ മേടിച്ചിട്ട് പെറ്റിയടിക്കാൻ പറ്റുന്ന ചേട്ടാ. നീ എന്ത് കയറി പൊട്ടിക്കാതെ വാ. ബാടോ, എനിക്ക് അവളോട് സംസാരിക്കാം. ആ ഖാന്റെ ഫോണിലുണ്ട് അവളുടെ നമ്പർ. സംസാരിക്കാലോ, വാ. പെട്ടെന്നൊന്നും ഉണ്ടായതല്ല. അനുവിനെ കെട്ടാൻ വേണ്ടി ഞാൻ പോലീസായത്, അല്ലാതെ മനുഷ്യന്മാരായിരിക്കും പോലീസാണ്. അനു വരുന്നതിന് മുമ്പ് പോലീസുകാരെ കണ്ട് എനിക്ക് ചവിട്ടി കൊല്ലാൻ തോന്നുന്നു. ഇതാ കിടക്കണത്. ആ ഞാനാണ് ഇപ്പൊ കാക്കിയിട്ടിരിക്കുന്നത്. എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ സംസാരിക്കണം, അല്ലാതെ വേറെ ഒന്നും വേണം. സംസാരിക്കുന്നത് ഇത്ര വലിയ തെറ്റാണ്? തെറ്റല്ല, പക്ഷെ നമ്മളൊരു കാര്യം പറഞ്ഞാൽ അപ്പ വിട്ടേക്കാം. താൻ വലിയ സാറേ, ഇതിപ്പോ തന്റെ പഴയ കാമുകിയായിരുന്നു, താൻ സൈബറിൽ വിളിച്ച് അന്വേഷണോടൂ. ഓ പിന്നെ എന്റെ പഴയ കാമുകിയുടെ ഇരട്ടി പേരെന്നറിയോ? തുപ്പൽ റാണി. അവൾ സംസാരിച്ചാലേ തുപ്പൽ കയറിക്കും. താൻ സംസാരിക്കുമ്പോൾ അവർ തല കയറിക്കാം. എന്തോന്ന്? ഒന്നുമില്ല. തനിക്കറിയാലോ, അനുരാധ ഇപ്പൊ നല്ല റിച്ച് സെറ്റപ്പിലാ. താനാ പഴയതുപോലെ ഉത്ത സെറ്റപ്പ്. എന്ത് പറഞ്ഞാലും ഒരു കൊണച്ച ന്യായം. ഓ താൻ പറഞ്ഞ അന്യായം. തനിക്കിപ്പോ അനുരാധയായിട്ട് സംസാരിക്കണം, അത്രയല്ലേ ഉള്ളൂ. നമുക്ക് വഴി ഉണ്ടാക്കാം, വാ. അമ്മണിയമ്മേ, മോനെന്തിയേ? അവനെ പറ്റി എന്നോടൊന്നും ചോദിക്കണ്ട സാറേ, സമാധാനം തരാത്ത ഒരു മോൻ. ഈ അഡ്രസ് ഒക്കെ തട്ടിപ്പോവാന്ന് പറഞ്ഞ ചീള് കേസാണ്.
ഇർഫാനോട് ചോദിച്ചാലോ? വേറെ ആരെങ്കിലും ആയിരിക്കും നടന്നേനെ. ഇതിപ്പോ ആള് വേറെയാ. താൻ കഴിക്കേ. തനിക്കിപ്പോ നമ്പർ വേണം, അത്രയല്ലേ ഉള്ളൂ. ഇർഫാൻ സാർ അറിയരുത്. ഇർഫാൻ നല്ല ആരും അറിയരുത്. നമ്പർ അയാളുടെ കയ്യിൽ നിന്ന് കളയും വേണം. വഴിയുണ്ടാക്കാം. നമുക്ക് ആ മഹേഷിനോട് പറഞ്ഞാലോ? ആ ഇർഫാന്റെ വാലേ. എടാ എനിക്കാന്നൊന്നും നടക്കില്ല. ഒരിക്കൽ ഞാൻ അവന്റെ കുത്തിന് പിടിച്ചിട്ടില്ല. ഇതാ കുഴപ്പം. എന്തെങ്കിലും ഒന്ന് ചെയ്യടാ. വരട്ടെ. അഭി, നിന്റെ വിചാരം എന്താ? നീ വേണ്ടാന്ന് പറയുമ്പോഴേക്കും ഞാൻ നിന്നെ ടേച്ച് പോകുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പോവില്ല. അഭി, നിന്റെ തീരുമാനം എന്താന്ന് എനിക്ക് ഇപ്പൊ അറിയണം. യെസ് ഓർ നോ? പോയാലോ? കഷ്ടം. എടാ ഈ പോലീസുകാരുണ്ടല്ല, നീ കേൾക്കണില്ലേ? എടാ ഈ പോലീസുകാർ പഴയ പോലെ ഇല്ലട്ടാ. പുതിയ പോലീസൊക്കെ എല്ലാം കാണാൻ പറ്റണ്ടാ. ഞാൻ ആ ബിൽഡിങ്ങിന് അവിടെ കയറുമ്പോ എല്ലാം കൂടി വട്ടിട്ട് പിടിക്കാൻ പോയടാ. കാഴ്ത്തി പറഞ്ഞാണ് എല്ലാം കണ്ടാവും മതി. ഇവിടെ വന്നിട്ടാ. ഞാൻ പറഞ്ഞില്ലേ അവര് നമ്മളെ ചുറ്റിപ്പറ്റി തന്നെയാണ് നടക്കണ. പോയടാ അവര്? ഇല്ല. എന്താണ് അത്? മറ്റേ ഗ്രാഫിറ്റി മച്ചമ്മ അന്വേഷണം മായ്ക്കാൻ വേണ്ടി. അവരെവിടാ? അമ്മ 2 ദിവസമായിട്ട് കാണാനില്ല. അതാണ് കിട്ടുമ്പോ കൂടെ എല്ലാം കൂടി കിട്ടണണ്ടാ. മടുത്തിട്ട് എന്ത് ശല്യോടാ നിന്റെ അച്ഛനെ കൊണ്ട്. നീ ആ ഫോണിൽ വന്ന് വെറുപ്പാണി ഒന്നില്ല നിന്റെ അച്ഛന്. ആ ചേട്ടാ ഫോൺ കിട്ടി. രഘു സാറേ, അതിനകത്ത് അനുരാധ എന്നൊരു പേരുണ്ട്, അതെടുത്തേ. ഇല്ല, അങ്ങനെ ഒരു പേര് കോണ്ടാക്ടിലില്ല. എടാ വേഷം കെട്ടെടുക്കലടാ. അതിൽ നമ്പർ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ നോക്ക്. പറടാ. നോക്കടാ. നമ്പർ ഉണ്ട് സാർ. 9037 2426. ബുക്കും പേപ്പറും സാറിന്റെ ബുക്കും പേപ്പറും. എടാ ബുക്ക് അപ്പുറത്തെ ചായക്കടന്ന് വാങ്ങിച്ചോ നീ. ഇനിയെങ്കിലും നന്നാവും നോക്കടാ ചേട്ടാ. എന്നോടാ തന്നോടാ. താൻ എന്തിനാ എന്റെ നമ്പർ കൊടുത്ത്? നിന്റെ അതാണ്ട് ഒരു കേട്ട് പരിചയം. എടാ നിന്റെ നമ്പർ ആകുമ്പോ ഓക്കെ അല്ലേ? അച്ഛൻ വിളിക്കുമ്പോ നീ ഫോൺ എടുക്കണ്ട. എടുക്കണ്ട വന്നെടുത്തോളും. ഉറപ്പാണ് നിന്റെ മൂക്കിന്റെ ഉറപ്പാണ്. വിളിക്ക്. ഇതൊന്ന് കഴിഞ്ഞിട്ട് എന്തേ നീ എന്താ വിളിക്കാഞ്ഞ്? അഭി എന്നെ കൂടെ പറ്റില്ല. അഭി ഞാൻ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. നീ ഒന്ന് മനസ്സിലാക്ക്. എന്ത് ട്രൈ ചെയ്തു? അഭി കാര്യം തമാശയല്ല, ഭയങ്കര സീരിയസ് ആണ്. വീട്ടിൽ നിന്ന് കല്യാണം വരെ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. കല്യാണം കഴിക്ക്. ഒരു ഫാമിലിയായി 3 പിള്ളേരൊക്കെ ആകുമ്പോ നീ ഓക്കെ ആവും. നീ എന്നെ പറ്റിച്ചതാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പൊട്ടിയാണെന്ന് നീ വിചാരിക്കണ്ട. ഹലോ അനുരാധേ, കൊടുക്കാം. എടാ അബിയുടെ അച്ഛനാണ്, ഈ ഫോണൊന്നും എടുക്കോ. അനുരാധയാണെന്ന് ചോദിച്ചാൽ ആണെന്ന് പറയണം. ഇനി മേലെ വിളിക്കരുത് റാസ്കൽ എന്നും പറയണം. ഇത് നമുക്ക് ഡീൽ ചെയ്യാവുന്നുള്ളൂ. ഇല്ലല്ലോ, നീ ഒന്ന് പോയേ.